Hello friends. ഈ വീഡിയോയിൽ നമ്മൾ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിലെ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടറിന് രണ്ട് മേജർ സോഴ്സസ് ആണ് ഉള്ളത്, സർഫസ് സോഴ്സും സബ് സർഫസ് സോഴ്സും. എർത്ത് സർഫസിൽ നിന്ന് വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിനെ സർഫസ് സോഴ്സ് എന്ന് വിളിക്കുന്നു. ലേക്സ്, പോണ്ട്സ്, റിവേഴ്സ്, ഡാംസ് മുതലായവ സർഫസ് സോഴ്സിലാണ് വരുന്നത്. എന്നാൽ സബ് സർഫസ് സോഴ്സ് എന്ന് വിളിക്കുന്നത് എർത്തിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴെ, അതായത് എർത്തിന്റെ ഗ്രൗണ്ട് ലെവലിന് താഴെ പല സ്ട്രാറ്റയിൽ നിന്നും നമുക്ക് വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിനെ സബ് സർഫസ് സോഴ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾസ് ആണ് വെൽസ്, ട്യൂബ് വെൽസ്, സ്പ്രിങ്സ്, ഇൻഫിൽട്രേഷൻ ഗാലറി, ഇൻഫിൽട്രേഷൻ വെൽസ് എക്സെട്ര. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് വെൽസ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സബ് സർഫസ് സോഴ്സ് ആണ് വെൽസ്. 2 to 9 മീറ്റേഴ്സ് വരെ ഡയമീറ്ററോട് കൂടിയാണ് വെൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 17 മീറ്റേഴ്സിന് താഴെയാണ് വെൽസിന്റെ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഷാലോ വെൽ എന്നും, ഗ്രേറ്റർ ദാൻ 17 മീറ്റേഴ്സ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ ഡീപ്പ് വെൽ എന്നും വിളിക്കുന്നു. ഇനി വെൽസിന്റെ ഈൽഡ് എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ, അതായത് പെർ സെക്കൻഡ് എന്തുമാത്രം വാട്ടർ വെൽസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ അത് 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അടുത്ത സോഴ്സ് ആണ് ട്യൂബ് വെൽ. ഡയമീറ്റർ 15 to 45 സെന്റിമീറ്റേഴ്സോട് കൂടിയാണ് ട്യൂബ് വെൽസ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ട്യൂബ് വെല്ലിന്റെ ഡെപ്ത് ലെസ് ദാൻ 70 മീറ്റേഴ്സ് ആണെങ്കിൽ അതിനെ ഷാലോ ട്യൂബ് വെൽ എന്നും, ഗ്രേറ്റർ ദാൻ 70 മീറ്റേഴ്സ് ആണെങ്കിൽ അതിനെ ഡീപ്പ് ട്യൂബ് വെൽ എന്നും വിളിക്കുന്നു. ട്യൂബ് വെൽസിന്റെ ഈൽഡ് 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് വരെ ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സ്ട്രെയിനർ ടൈപ്പ് ആണ്. അതായത് ട്യൂബ് വെൽസിന്റെ ലോവർ എൻഡിൽ ഒരു സ്ട്രെയിനർ പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ഒരു വയർ മെഷ്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ടർ ഇൻടേക്ക് ചെയ്യുന്ന ടൈമിൽ സോയിൽ പാർട്ടിക്കിൾസും മറ്റ് ഇംപ്യൂരിറ്റീസും ട്യൂബ് വെൽസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ഇതിനെയാണ് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ എന്ന് വിളിക്കുന്നത്. അടുത്ത സോഴ്സ് ആണ് ഇൻഫിൽട്രേഷൻ ഗാലറി. ഒരു വാട്ടർ ബോഡിക്ക് അടുത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ടണലിനെയാണ് ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് വിളിക്കുന്നത്. ഈ വാട്ടർ ബോഡിയിൽ നിന്നുള്ള വാട്ടർ സോയിൽ വഴി ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഈ ഹൊറിസോണ്ടൽ ടണലിനുള്ളിൽ കളക്ട് ചെയ്യുന്നു. ഇത് പിന്നീട് നമുക്ക് പമ്പ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ ടണലിലെ സൈഡ്സ്, അതായത് വാൾസ് പെർമിയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വാട്ടറിന് ഈസിലി ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ടൈപ്പ് സോഴ്സ് ആണ് ഇൻഫിൽട്രേഷൻ വെൽസ്. ഇത് ഇൻഫിൽട്രേഷൻ ഗാലറിക്ക് സിമിലർ ആണ്. വാട്ടർ ബോഡിക്ക് അടുത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ വെൽസിലേക്ക് വാട്ടർ സോയിൽ വഴി ഇൻഫിൽട്രേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് പിന്നീട് വാട്ടർ പമ്പ് ഔട്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോഴൊക്കെ ഒന്നിൽ കൂടുതൽ ഇൻഫിൽട്രേഷൻ വെൽസിനെ കണക്ട് ചെയ്ത് ഒരു കോമൺ സമ്പിലേക്ക് വാട്ടർ പമ്പ് ചെയ്യുന്നു. ഇതിനെയാണ് ജാക്ക് വെൽ എന്ന് വിളിക്കുന്നത്. അടുത്ത ടൈപ്പ് സോഴ്സ് ആണ് സ്പ്രിങ്സ്. ഒരു പമ്പിങ്ങും ആവശ്യമില്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ എർത്തിന്റെ സർഫസിലേക്ക് ഔട്ട്ഫ്ലോ ചെയ്യുന്നതിനെയാണ് സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറഞ്ഞ സോഴ്സുകളിൽ നിന്നും വാട്ടറിനെ ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമാകുന്ന ചില സ്ട്രക്ചേഴ്സ് ആണ് ഇൻടേക്ക് സ്ട്രക്ചേഴ്സും പൈപ്സും. അതിൽ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് റിവർ പോലുള്ള ഒരു സോഴ്സിൽ നിന്നും വാട്ടറിനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ വിത്ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് ലൊക്കേഷൻ ഓഫ് ആൻ ഇൻടേക്ക്? ഇൻടേക്കിന്റെ ലൊക്കേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. As far as possible, distance between the intake and the treatment units should be kept minimum. ഇൻടേക്കിൽ നിന്നും ട്രീറ്റ്മെന്റ് യൂണിറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ എക്കണോമിക്കൽ ആകില്ല. It should not be located in any navigational canals. നാവിഗേഷണൽ കനാൽസിലാണ് ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ നാവിഗേഷന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. It should be located in the upstream side of the river. വിത്ഡ്രോ ചെയ്യുന്ന വാട്ടറിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിവതും ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് അപ്സ്ട്രീം സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ആൻ ഏരിയ സച്ച് ദാറ്റ് വാട്ടർ ക്യാൻ ബി വിത്ഡ്രോൺ ഈവൻ ഡ്യൂറിംഗ് ദ ഡ്രൈയസ്റ്റ് പീരിയഡ് ഇൻ ആൻ ഇയർ. ഒരു ഇയറിലെ ഡ്രൈയസ്റ്റ് സീസണിലും വാട്ടർ സഫീഷ്യന്റ്ലി വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ മാത്രമായിരിക്കണം ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈപ്സിനെ കുറിച്ചാണ്. വാട്ടറിനെ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് തൊട്ട് ട്രീറ്റ്മെന്റ് യൂണിറ്റ് വരെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ട്രക്ചേഴ്സ് ആണ് പൈപ്സ്. യൂഷ്വലി യൂസ് ചെയ്യുന്ന പൈപ്സ് 3 മെറ്റീരിയലിന്റെയാണ്: കാസ്റ്റ് അയൺ, RCC ആൻഡ് സ്റ്റീൽ പൈപ്സ്. ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് നോക്കാം. കാസ്റ്റ് അയൺ പൈപ്സിന് ഹൈ എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൂടാതെ വളരെ ലോങ് ലൈഫും ഉണ്ട്, about 100 years. കാസ്റ്റ് അയൺ പൈപ്സ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ് ടു കണക്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ കാസ്റ്റ് അയൺ പൈപ്സിന് ഇന്റേണൽ പ്രഷർ ഓൾമോസ്റ്റ് 700 kN/m² വരെ മാത്രമേ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം. ഇൻക്രസ്റ്റേഷനും ട്യൂബർകുലേഷനും കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി എന്താണ് ഇൻക്രസ്റ്റേഷനും ട്യൂബർകുലേഷനും? വാട്ടർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും തോറും ഈ വാട്ടറിലെ ചില സോൾട്സ് പൈപ്പിന്റെ ഇന്റേണൽ സർഫസിൽ ഡെപ്പോസിറ്റ് ആവുന്നു. അങ്ങനെ പൈപ്പിന്റെ എഫക്റ്റീവ് ഡയമീറ്റർ കുറയുകയും കാലക്രമേണ ഇത് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റിയെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ട്യൂബർകുലേഷൻ എന്ന് വിളിക്കുന്നത് വാട്ടറും കാസ്റ്റ് അയണും തമ്മിൽ കെമിക്കലി റിയാക്ട് ചെയ്ത് ഈ കൊറോസീവ് പ്രോഡക്ട്സ് പൈപ്പിന്റെ ഇന്റേണൽ സർഫസിൽ ഡെപ്പോസിറ്റ് ആവുകയും അങ്ങനെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. കാസ്റ്റ് അയൺ പൈപ്സിന്റെ മറ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിന്റെ കോസ്റ്റും ഹെവിനെസ്സും. കാസ്റ്റ് അയൺ പൈപ്സ് വളരെ കോസ്റ്റ്ലിയാണ്, കൂടാതെ വളരെ ഹെവിയുമാണ്. അടുത്ത ടൈപ്പ് പൈപ്പാണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് അഥവാ RCC പൈപ്പ്. ഇതിനും വളരെ ലോങ് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് 75 ഇയേഴ്സ്. RCC പൈപ്സിന് എക്സ്റ്റേണൽ കംപ്രസീവ് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബെൽ ആൻഡ് സ്പിഗറ്റ് ജോയിന്റ് ആണ് യൂഷ്വലി RCC പൈപ്സിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ RCC പൈപ്സിന് ഹൈ ഇന്റേണൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ശേഷിയില്ല. കൂടാതെ സർവീസ് കണക്ഷൻസ് ഉണ്ടാക്കണമെങ്കിൽ അത് വളരെ ഡിഫിക്കൾട്ട് ആണ്. കൂടാതെ RCC പൈപ്സ് ഹെവിയും ബൾക്കിയുമാണ്. അടുത്ത ടൈപ്പ് പൈപ്സ് ആണ് സ്റ്റീൽ പൈപ്സ്. വളരെ ലൈറ്റ് വെയിറ്റും RCC പൈപ്പിനെക്കാട്ടിലും കാസ്റ്റ് അയൺ പൈപ്സിനെക്കാട്ടിലും കൂടുതൽ എഫിഷ്യന്റുമായ ടൈപ്പ് ഓഫ് പൈപ്പ് മെറ്റീരിയൽ ആണ് സ്റ്റീൽ പൈപ്പ്. സ്റ്റീൽ പൈപ്സിന് ഹൈ ഇന്റേണൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്, എന്നാൽ എക്സ്റ്റേണൽ കംപ്രസീവ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. പൈപ്പിനുള്ളിൽ എപ്പോഴെങ്കിലും വാക്യൂം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് പൈപ്പിന് ഡിസ്റ്റോർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി നമ്മൾ സോഴ്സസ് ഓഫ് വാട്ടറും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇൻടേക്ക് സ്ട്രക്ചേഴ്സിന്റെയും പൈപ്സിനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.